ആണവ കേന്ദ്രങ്ങൾ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ പുനർനിർമ്മിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇസ്രായേലും യുഎസും ചേർന്ന് ജൂണിൽ നടത്തിയ ആക്രമണങ്ങളിൽ കേടുവന്ന ആണവ കേന്ദ്രങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ പുതുക്കി പണിയാനാണ് നീക്കം. അതേസമയം ബോംബിട്ട് തകർത്ത ന്യൂക്ലിയർ സൈറ്റുകൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ഇറാനിൽ പുതിയ ആക്രമണങ്ങൾക്ക് ഉത്തരവിടുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഈ ഭീഷണിയൊന്നും വകവയ്ക്കാതെ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാനാണ് ഇറാന്റെ നീക്കം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് മുതിർന്ന മാനേജർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് മസൂദ് പെസഷ്കിയാന്റെ നിലപാട് വ്യക്തമാക്കൽ. കെട്ടിടങ്ങളും ഫാക്ടറികളും നശിപ്പിച്ചതൊരു തടസ്സമാകില്ല, കൂടുതൽ ശക്തിയോടെ എല്ലാം പുനർനിർമ്മിക്കാമെന്നായിരുന്നു പെസഷ്കിയാന്റെ വാക്കുകൾ. ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നതും അദ്ദേഹം ആവർത്തിച്ചു. ജൂൺ 13-നാണ് ഇസ്രായേൽ ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം ആരംഭിക്കുന്നത്. 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ഇറാന്റെ നെതാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ പിന്തുണയുമായി അമേരിക്കയും ആക്രമണത്തിനിറങ്ങി. ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിച്ചുവെന്നായിരുന്നു അന്നത്തെ US അവകാശവാദം. എന്നാൽ ഈ ആക്രമണങ്ങളിൽ ഇറാൻ ആണവ സംവിധാനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കെട്ടിടങ്ങൾ തകർത്തത് ഇറാന് തിരിച്ചടിയാകില്ലെന്നും അവ പുനർനിർമ്മിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം ശാസ്ത്രജ്ഞർക്കുണ്ട് എന്നുമായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി വ്യക്തമാക്കിയത്. കെട്ടിടങ്ങളുടെയും ഉപകരണങ്ങളുടെയും കാര്യത്തിൽ ആണവ കേന്ദ്രങ്ങളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു, പക്ഷേ സാങ്കേതിക വിദ്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അറാച്ചിയുടെ വാക്കുകൾ. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും അബ്ബാസ് അറാച്ചി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇറാന് താല്പര്യമില്ല എന്നും പരോക്ഷ ചർച്ചകളിലൂടെ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ ആർക്കുമാകില്ല, യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് രാഷ്ട്രീയത്തിലൂടെ നേടാൻ കഴിയില്ല എന്നും അറാച്ചി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ 400 കിലോഗ്രാം സമ്പുഷ്ടമായ യുറേനിയം ഇപ്പോഴും ഉണ്ടെന്നും അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടില്ല എന്നും അറാച്ചി പറയുന്നുണ്ട്. നയതന്ത്രത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരാൻ ഇറാനോടും യുഎസിനോടും മധ്യസ്ഥരായ ഒമാൻ അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് പുതിയ പ്രസ്താവനകൾ പുറത്തു വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. ജൂണിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് ഇറാനും അമേരിക്കയും ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും US ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചും 5 റൗണ്ട് പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു. 6ാമതൊരു റൗണ്ട് ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതോടെ ചർച്ചകളെല്ലാം തകിടം മറിഞ്ഞു. 2015-ൽ US ഉൾപ്പെടെയുള്ള 5 വൻശക്തികളുമായി ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയ ആ കരാറിന്റെ 10 വർഷ കാലാവധി ഇക്കഴിഞ്ഞ ഒക്ടോബർ 18-ന് അവസാനിച്ചിരുന്നു. അതോടെ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാനുള്ള ബാധ്യത ഇനി മുതൽ തങ്ങൾക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇറാൻ പ്രസിഡന്റ് പുതിയ പ്രസ്താവന കൂടി പുറത്തുവരുന്നത്. അടുത്തിടെ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ആണവ കേന്ദ്രങ്ങളിൽ ഇറാൻ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്ന് സൂചന നൽകിയിരുന്നു. തുടർന്ന് പുനർനിർമ്മാണത്തിന് ശ്രമിക്കുന്നത് പുതിയ ആക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പും പുറത്തുവന്നു. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ മുട്ടുമടക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ.